എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് കൽപ്പറ്റയിലാണുള്ളത്. ഇത് നമ്മുടെ സിനിമാ നടൻ അബു സലീമിൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് 1980s എ നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 1980s തീമിലാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ഒരു തറവാടാണ് റെസ്റ്റോറൻ്റായി മാറ്റിയിട്ടുള്ളതെന്നാണ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ്, ഒരു വൈബൊക്കെ കിട്ടും നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ നമ്മളിതിലെ പടി കയറി മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരെ കാണുന്നത് അവിടെ അവർ കുറച്ച് സ്പൈസസും ഇവിടെ തന്നെ അച്ചാറ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്നത് ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ ചായപ്പീടിയ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമുക്ക് ചായയും കാപ്പിയും പഴംപൊരിയൊക്കെ കിട്ടും. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇവരുടെ അടുത്ത് എത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് സീറ്റ് ഒഴിവുള്ളത് അതിനനുസരിച്ച് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് വിടും. ഓക്കെ, ഇതിൽ ആ സൈഡിലേക്കും പോകാം. ഇവിടെ കാണുന്ന ഫോട്ടോസൊക്കെ അവിടെ വന്നിട്ടുള്ള സിനിമാ നടന്മാരുടെ ഫോട്ടോസാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ സൈഡിലേക്കും ഉണ്ട്. ഞങ്ങൾക്ക് റൂം കിട്ടിയത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൈ കഴുകിയ ശേഷം നമുക്ക് മുകളിലാണ് കിട്ടിയത്. ഇത് അവരുടെ കിച്ചണാണ്. അപ്പോൾ ഈ വീഡിയോ പോകുന്നതനുസരിച്ച് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പടി കയറി മുകളിലാണ് പോയിട്ടുള്ളത്. അവിടെ 2 റൂംസ് ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് റൂമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ സിസ്റ്റർ ഇൻ ലോ, മദർ ഇൻ ലോ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവരുടെ പിന്നിൽ ഇരിക്കുന്നത് ജോജു ജോർജ് ആണ്. നമ്മളവിടെ ചെന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഇരിക്കുന്നതാണ് ജോജു ജോർജ്. ഓക്കെ, ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയത് ഇവിടെയാണ്. അപ്പം നമ്മളിവിടെ വന്നു ഇരുന്നു. നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് മീൽസാണ്, ഫിഷ് കറി മീൽസ്. ഫിഷിൻ്റെ എല്ലാ വിഭവങ്ങളും ബാക്കി എല്ലാ കറികളും അടിപൊളിയായിരുന്നു. പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അത്രയും സ്പൈസിയും അല്ല, പക്ഷെ മസാലാസും ഗ്രേവീസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ ഒരിക്കലെങ്കിലും വയനാട് പോവുകയാണെങ്കിൽ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. നമ്മളവിടെ വന്നു. ഞാനിവിടെ നടന്ന് ഷൂട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സ്പൈസസും പിന്നെ ഇവരുടെ തന്നെ മസാല കൂട്ടുകളൊക്കെ വിൽക്കുന്നുണ്ട്, അച്ചാറുകൾ, അങ്ങനെ വയനാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അവരെ തന്നെ ഒരു ടീ ഷോപ്പ് സെപ്പറേറ്റ് ആയിട്ട്, ടീ ഷോപ്പല്ല ഒരു സെപ്പറേറ്റ് സെറ്റിംഗ് വെച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ വയനാട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കുടുംബസമേതം പോവുക.